ഹലോ അസ്സലാമു അലൈക്കും ഫ്രണ്ട്സ്, വെൽക്കം ടു മസിയാമീസ് വ്ളോഗ്. ഇന്ന് ഞാൻ കാണിക്കുന്നത് വളരെ സിമ്പിളായിട്ട് എങ്ങനെ ഒരു പാവക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കാമെന്നാണ്. അപ്പോൾ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 2 ഇന്ത്യൻ പാവക്ക സെമി സർക്കിൾ ഷേപ്പിൽ നല്ല സ്ലൈസായിട്ട് കട്ട് ചെയ്തെടുത്തത്, ഒരു വലിയ സവാള സ്ലൈസായിട്ട് കട്ട് ചെയ്തത്. ഈ പാവക്കയിലേക്ക് സ്ലൈസായിട്ട് കട്ട് ചെയ്ത സവാള ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനാവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് 3/4 ടേബിൾ സ്പൂണോളം റെഡ് ചില്ലി പൗഡറാണ്. ചില്ലി പൗഡറാണ് ചേർക്കുന്നതെങ്കിൽ 1/2 ടീസ്പൂണോളം ചേർത്താൽ മതിയാകും. കുറച്ച് കറി ലീവ്സ് ചെറുതായി കട്ട് ചെയ്തതുകൂടി ഇതിലേക്ക് ചേർക്കാം. ഇനി ഇത് നമുക്ക് കൈകൊണ്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നന്നായി മിക്സ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് മൂടി 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഞാനിത് ഉണ്ടാക്കി കാണിക്കുന്നത് എയർ ഫ്രയറിലാണ്. ഇതാകുമ്പോൾ നമ്മൾ ഇളക്കി സമയം കളയേണ്ട ആവശ്യം ഒട്ടും തന്നെ ഇല്ല. എയർ ഫ്രയർ ബാസ്ക്കറ്റിൽ അലൂമിനിയം ഫോയിൽ പ്ലേസ് ചെയ്യാം. അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ 2 മിനിറ്റ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തതുകൊണ്ടാണ് കോക്കനട്ട് ഓയിൽ മെൽറ്റായി പോകുന്നത്. ഇനി ഇതിലേക്ക് പാവക്ക ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തും ഒരേ തിക്നെസ്സിൽ നിരത്തി കൊടുക്കാം. ഇത് ഇതേപോലെ തന്നെ നമുക്ക് നോൺ സ്റ്റിക്ക് പാനിലും കുക്ക് ചെയ്തെടുക്കാം. നോൺ സ്റ്റിക്ക് പാൻ ചൂടാക്കി 1 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അത് ചൂടാകുമ്പോൾ പാവക്ക ചേർത്ത് കൊടുത്ത് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കാം. അതാകുമ്പോൾ ഇടയ്ക്ക് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമുണ്ട്. എയർ ഫ്രയറിലാകുമ്പോൾ ഇളക്കി കഷ്ടപ്പെടേണ്ടതില്ല. ഇതിൻ്റെ മേലേക്ക് 1 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ കൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് എയർ ഫ്രയറിൽ ബാസ്ക്കറ്റ് പ്ലേസ് ചെയ്ത് 160 ഡിഗ്രിയിൽ 10 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ഷേക്കെല്ലാം ഓണായിട്ടുണ്ട്. ഈ സമയത്ത് തുറന്ന് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. ഫസ്റ്റ് 10 മിനിറ്റ് കഴിയുമ്പോൾ ഒരു 5 മിനിറ്റ് കൂടി കുക്ക് ചെയ്യേണ്ടതുണ്ട്. അതിനുവേണ്ടി നമ്മൾ 150 ഡിഗ്രിയിൽ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാം. എന്നിട്ട് 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. പാവക്ക കൂടുതൽ ഡ്രൈ ആയി പോവാതിരിക്കാനാണ് ടെമ്പറേച്ചർ 150യിൽ സെറ്റ് ചെയ്തത്. കണ്ടോ, നമ്മുടെ പാവക്ക മെഴുക്ക് പുരട്ടി റെഡി ആയി കഴിഞ്ഞു. ഇത് നമുക്ക് ചൂടോടെ സെർവ് ചെയ്യാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വളരെ സിമ്പിളാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.